അമേരിക്കൻ ഉടമസ്ഥതയിലുള്ള വാണിജ്യ കപ്പൽ ആക്രമിച്ചെന്ന് ഇറാന്റെ അവകാശവാദം. ഇറാനിൽ വീണ്ടും അമേരിക്കൻ ആക്രമണം. കുവൈറ്റിലെ അമേരിക്കൻ താവളത്തിലും ഇറാൻ ആക്രമണം ഉണ്ടായി. ഏറ്റുമുട്ടലിന് നടുവിലും ഒരാഴ്ചയ്ക്ക് യുദ്ധം അവസാനിക്കുമെന്ന് ട്രംപ് അവകാശവാദം ഉന്നയിച്ചു. ഈ സമയത്ത് ബി പി ജെയിംസ് കൂടിച്ചേരുന്നു. ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ ബി പി ജെയിംസ്. യഥാർത്ഥത്തിൽ ഇറാൻ ഇനി ചർച്ചയ്ക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ട്രംപ് ഒന്ന് അയഞ്ഞു. തൊമ്മൻ അയഞ്ഞപ്പോൾ ചാണ്ടി മുറുകി, ചാണ്ടി അയഞ്ഞപ്പോൾ തൊമ്മ മുറുകി. ഇങ്ങനെ പോവാണ് പശ്ചിമേഷ്യ. ഇപ്പൊ ഇതിൽ എന്ത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കാതിരിക്കണം എന്നുള്ള അവസ്ഥയാണ്. ഒരു ഭാഗത്ത് യുദ്ധം, ഒരു ഭാഗത്ത് സമാധാനം. സമാധാനത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ആക്രമണവും നടക്കുന്നുണ്ട്. ഇറാനിൽ കയറി അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ, മിസൈൽ കേന്ദ്രങ്ങളിൽ അടക്കം, അതുപോലെ തന്നെ സിറിയ എന്ന ദ്വീപിലടക്കം ആക്രമണം നടത്തിയിരിക്കുകയാണ് അമേരിക്കൻ സേന. അപ്പോൾ അമേരിക്കൻ സേന ഇപ്പോൾ യുദ്ധം തീരുമെന്ന് ട്രംപ് ഇപ്പോൾ എന്ന് പറയുമ്പോൾ തന്നെ അമേരിക്കയുടെ സേന ഇറാന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിൻ്റെ ഭാഗമായി ഇറാനിൽ കയറി ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇറാന്റെ പ്രസിഡന്റ് രാജിവെച്ചു എന്നുള്ള വാർത്തകളൊക്കെ ഇറാൻ തള്ളിയിട്ടുണ്ട്. എന്തായാലും അവിടെ എന്തോ പ്രശ്നം നടക്കുന്നുണ്ടെന്ന് അമേരിക്ക പുറകെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിലാണ് എസ്കെൻ അമേരിക്കയുടെ വാണിജ്യ കപ്പലിന് നേരെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് ആക്രമണം നടത്തി എന്ന് പറയുന്നത്. അമേരിക്കയുടെ ഉടമസ്ഥതയിലുള്ള പനാമ ഫ്ലാഗ് ഉള്ള കപ്പലിന് നേരെയാണ് ആക്രമണം നടന്നിരിക്കുന്നത്. അത് അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് പറഞ്ഞു ഞങ്ങൾ ആക്രമണം നടത്തി എന്ന്. മാത്രമല്ല, ഇറാനിൽ കയറി അമേരിക്ക ആക്രമണം നടത്തിയതിന് ബദലായി കുവൈറ്റിലെ US ബേസിൽ വീണ്ടും ആക്രമണം നടത്തിയതായിട്ട് റിപ്പോർട്ടുണ്ട് എന്ന്. മാത്രമല്ല, അവിടേക്ക് ഡ്രോണുകളും മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകൾ 2 എണ്ണം തകർത്തതായി അമേരിക്കയുടെ US-ന്റെ സേനാ താവളത്തിൽ നിന്ന്, കുവൈറ്റിലെ സേനാ താവളത്തിൽ നിന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ടാർഗറ്റ് കുവൈറ്റാണ് അമേരിക്കയുടെ. പ്രത്യേകിച്ച് കുവൈറ്റുമായി കഴിഞ്ഞ 10-35 വർഷത്തെ വലിയ സൈനിക ബന്ധം ശക്തമാണ്. പ്രത്യേകിച്ച് കുവൈറ്റ് കയറി ഇറാഖ് ആക്രമിച്ചതിന് ശേഷം മറ്റു രാജ്യങ്ങളിലേക്ക് ആക്രമിച്ചിട്ടില്ല. എന്തായാലും കുവൈറ്റിനെ ആക്രമിച്ചതിനെ UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ അതിശക്തമായിട്ട് അപലപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇറാൻ വീണ്ടും ഒരു യുദ്ധത്തിന് തയ്യാറാണെന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ മധ്യസ്ഥ ചർച്ചകൾ നിന്ന് തങ്ങൾ പിൻവാങ്ങുകയാണെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇനി ലെബനോനിലടക്കമുള്ള സ്ഥലങ്ങളിലെ യുദ്ധം നിർത്തിവെക്കാതെ ചർച്ചയില്ല എന്നുള്ള തരത്തിലാണ് ഇറാൻ നിൽക്കുന്നത്. അപ്പോൾ ഇറാൻ പിടിവാശി പിടിക്കുന്നു. ട്രംപ് പറയുന്നു ഒരാഴ്ചക്കകം ഡീലുണ്ടാവും. ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ട് എസ്കൈൻ 2 മാസമായി. അപ്പോൾ അതുകൊണ്ട് ട്രംപ് പറയുന്നത് ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്ന് മാത്രമല്ല, ട്രംപിന് അമേരിക്കൻ കോൺഗ്രസിലുള്ള പിടി അയഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ട്രംപ് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും യുദ്ധം നിർത്തണമെന്ന് ട്രംപിന് ആഗ്രഹമുണ്ട്. ഡെമോക്രാറ്റിക് പാർട്ടി പറയുന്നത് ട്രംപ് യുദ്ധം നിർത്തുന്നത് വരെ ഞങ്ങൾ പോരാട്ടം തുടരും. ഇപ്പോൾ US കോൺഗ്രസിൽ, സെനറ്റിൽ ട്രംപിൻ്റെ ഭൂരിപക്ഷം നഷ്ടമായതോടെ കൂടുതൽ ശക്തിയായിട്ട് മത്സരിക്കാനുള്ള അവസ്ഥയിലാണ് പ്രതിപക്ഷ പാർട്ടികളും അവിടുത്തെ ജനങ്ങളും ഭൂരിപക്ഷം എതിരായി തുടങ്ങിയെന്നുള്ള വാർത്തകൾ വരുന്നു. എസ്കെൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.